ഗുഡ് മോർണിംഗ് ടീച്ചേഴ്സ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെഗറ്റീവ് ബോറോയിങ്ങിനെ കുറിച്ചാണ്. അതായത് നമുക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 2 ഡിജിറ്റിൻ്റെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ 97 + 68 + 72. ഇതെന്ത് ചെയ്യുക, നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതാം. 97 + 68 + 72. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ നമുക്ക് ചെയ്യാം? ആദ്യം 97 + 68. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? +68 എന്ന് പറയുമ്പോൾ ഇവിടുന്ന് 6ഉം ഇവിടുന്ന് 8ഉം ലെസ് ചെയ്യണം. ഡയറക്റ്റ് 6 ലെസ് ചെയ്യാനുണ്ട്. ഇവിടെ 8 ഡയറക്റ്റ് ലെസ് ചെയ്യാനില്ല. അപ്പം നമ്മൾ ചെയ്യുന്നത് <10 ആഡ് 2. ഇനി +72 ചെയ്യണം. +72 എന്ന് പറയുന്ന സമയത്ത് ഇവിടെ +7 ചെയ്യാൻ നമുക്കില്ല. ഇവിടെ 2ഉം ഇവിടെ +7 ചെയ്യേണ്ടത്. അപ്പോൾ +7 ഡയറക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബീഡ് ബോറോ ചെയ്യണം. 100 ബോറോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്നലെ പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും ഇവിടെ അത് മാർക്ക് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലായിട്ട് 100 ബോറോ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യാം. നോക്കാം. ഇനി നമുക്കിവിടെ +7 ചെയ്യണം, ഇവിടെ +2 ചെയ്യണം. +7 ചെയ്യാൻ +10 ആഡ് 5 +2. +7 ചെയ്തു. +2 ചെയ്യാൻ ഡയറക്റ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 57 അല്ലേ? 57 എന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ബോറോ ചെയ്തത് എത്രയാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് 100 ആണ്, ഇത് 10 ആണ്, ഇത് 1 ആണ് ഓർമ്മിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 100 ബോറോ ചെയ്തിട്ട് ബോറോൻ്റെ അവിടെയുണ്ട്. 57 ആണ് നമുക്ക് കിട്ടിയ ആൻസർ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മൾ സാധാ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 57 എന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, 100 നമുക്ക് ലെസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നെഗറ്റീവ് ആണെന്ന് നമുക്ക് കോമൺ ആയിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ഇത് നെഗറ്റീവ് ബോറോയിങ്ങിനാണെന്ന് മനസ്സിലാക്കാം. ഇങ്ങനൊരു കേസ് വന്നാൽ, അതായത് ഇങ്ങനെ ചിന്തിക്കാം, ഇത് നമ്മുടെ കയ്യിലെ എമൗണ്ടാണ്, അത് നമ്മൾ ബോറോ ചെയ്ത എമൗണ്ടാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 57 ഉള്ളൂ. നമുക്ക് 100 ആണ് എന്ത് തിരിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ എന്തായാലും നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്യുക, നെഗറ്റീവ് എന്ന് മാർക്ക് ചെയ്യണം. ആ നെഗറ്റീവ് മാർക്ക് ചെയ്യുന്ന സമയത്ത് അബാക്കസിലൊരു റൂളുണ്ട്. അതായത് നമ്മൾ ബോറോ ചെയ്തിരുന്ന ഒരു ബീഡ് എന്ത് ചെയ്യണം? ആദ്യം റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഒറ്റൊരു ബീഡേ ഉള്ളൂ. ആ ബീഡ് എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നെഗറ്റീവ് മാർക്ക് ചെയ്യുക. അതായത് നമ്മൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് മാർക്ക് ചെയ്യണം. നെഗറ്റീവ് മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഇവിടെ എത്രയുള്ളത് നോക്കുക. അതായത് വാല്യൂ ബാറിൽ ടച്ച് ചെയ്യാത്ത എത്ര ബീഡ്സ് ഉണ്ടെന്ന് നോക്കാം. ഇവിടെ 4 ബീഡ്സും ഇവിടെ 2 ബീഡ്സ് ഉള്ളത്, അതായത് 42 ആണ് ഉള്ളത് അല്ലേ? ഈ ടച്ച് ചെയ്യുന്ന ബീഡ്സിനെ കുറിച്ച് ചിന്തിക്കരുത്. ടച്ച് ചെയ്യാത്ത ബീഡ്സ് എത്രയുണ്ടെന്ന് നോക്കാം. ഇവിടെ 4 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, അതായത് 42 ആണ് ടോട്ടൽ വരുന്നത്. ഈ 42നോട് കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 1 ആഡ് ചെയ്യണം. കാരണം നമ്മൾ അവിടുന്ന് ഒരു ബീഡ് എന്ത് ചെയ്തിട്ടുണ്ട്? റിമൂവ് ചെയ്തിട്ടുണ്ട്. ആ 1 എന്ത് ചെയ്യണം? ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്ത് അപ്പോൾ 42ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ എത്ര ആൻസർ വരിക? 43 ആണ് ആൻസർ വരിക. അപ്പോൾ നമ്മൾ ആൻസർ -43. നമ്മൾ ആൻസർ -43 വരാം. ഒന്നുകൂടി വേണം പറയാം. ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. അതായത് 57 വരുന്നുണ്ട്. 100 ആണ് ബോറോ ചെയ്തത്. ഡയറക്റ്റ് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 57 ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, 100 നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല, സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ആ കേസിൽ എന്ത് ചെയ്യുക? നെഗറ്റീവ് മാർക്ക് ചെയ്യണം. നെഗറ്റീവ് മാർക്ക് ചെയ്യണം. അത് നമുക്കിവിടെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് മാർക്ക് ചെയ്യണമെങ്കിൽ റൂൾ എന്താണെന്ന് വെച്ചാൽ ബോറോ ചെയ്തിരുന്ന ഒരു ബീഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? കളയണം. എന്നിട്ട് നെഗറ്റീവ് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം എത്ര ബീഡ്സ് ആണോ വാല്യൂ ബാറിൽ ടച്ച് ചെയ്യാത്തത് എന്ന് നോക്കി അതിനോട് കൂടെ എന്ത് ചെയ്യണം? 1 ആഡ് ചെയ്യണം. അതായത് ഇവിടെ 42 ആണുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ 1 ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ 100 ഇങ്ങനെയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഇവിടെ 3, 4, 2 ടച്ച് ചെയ്യാത്തതെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ബീഡ്സ് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ടച്ച് ചെയ്യാത്തത് നമ്മൾ എന്ത് ചെയ്യും? കൗണ്ട് ചെയ്യും. അപ്പോൾ ഇവിടെ 3 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പോൾ 342 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബീഡ് ആഡ് ചെയ്യാൻ പറയുമ്പോൾ എവിടെ കൊടുക്കുക? 342ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 343 വരും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുക? അപ്പോൾ ഇതിൻ്റെ ആൻസർ -43 ആണ്.